നമസ്കാരം, ഞങ്ങളുടെ ഒരു അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വിൻഡ് മിൽ ഐലൻഡ് ഹോളണ്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ വിൻഡ് മിൽ ഐലൻഡിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. തുലിപ്പ് ഫ്ലവേഴ്സ് ഇവിടെ തന്നെ കാണുന്നുണ്ട്. വിൻഡ് മിൽ ഐലൻഡ് 1955 അന്ന് മുതലുള്ളതാണ്. പോയി നോക്കട്ടെ. ഇവിടെ തുലിപ്പ് ഫെസ്റ്റിവലാണ്. ഇപ്പോൾ തുലിപ്പ് ഗാർഡൻസാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തുലിപ്പ് ഫുൾ പൂന്തോട്ടമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്ന് പോയി നോക്കട്ടെ. ഒരു ഐലൻഡാണ്, ഒരു ലേക്കൊക്കെ കാണാം. ഇവിടെ ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. പോയി നോക്കട്ടെ. ഇതൊരാണ് ഷട്ടിൽ സർവീസ്. നല്ല ഭംഗിയുള്ളൊരു ലേക്ക്. അവിടെ ദൂരെ മില്ല് കാണാം. അങ്ങനെ ഞങ്ങൾ 1/2 മൈൽ നടന്ന് എൻട്രൻസിലെത്തിയിട്ടോ. നല്ല തിരക്കുണ്ട്. ഈ ഹോളണ്ട് ഇവിടെ ഡച്ചുകാർ സെറ്റിൽ ചെയ്ത സ്ഥലമാണ്. അതായത് ഇവിടെ ഡച്ച് കൾച്ചറെല്ലാം ഫോളോ ചെയ്യുന്ന സ്ഥലമാണ്. ഡച്ച് ഡാൻസും ഡച്ച് കലാപരിപാടികളൊക്കെ ഈ ഫെസ്റ്റിവൽ സമയത്തുണ്ടാവും. തുലിപ്പ് ഹോളണ്ടിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ ഉണ്ട്. നെതർലാൻഡ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ ഹോളണ്ട് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് കണ്ടറിയാം. ടിക്കറ്റ് എടുക്കാൻ ക്യൂവിലേക്കിട്ടെ അകത്ത് കയറി. ഒരാൾക്ക് അഡൽട്ട്സിന് ഒരാൾക്ക് $12, ചിൽഡ്രന് $6 പോയി നോക്കട്ടെ. ഓർഗൻ ഹൗസ്. ഇവിടെ നേരെ തുലിപ്പാണുള്ളത്. ഇനി ഉള്ളോട്ട് പോയിക്കോട്ടെ, വലിയ ഗാർഡൻസ് ഉണ്ടോന്ന്. എയർബോൺ മെമ്മോറിയൽ. സൈഡിലൊക്കെ ചെറിയ ചെറിയ തുലിപ്പ് ഗാർഡൻസ് ഉണ്ട്. മുന്നോട്ട് പോയി നോക്കട്ടെ. ബ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ബ്രിഡ്ജാണ്. വിൻഡ് മിൽ ഐലൻഡിലെ വിൻഡ് മില്ലാണത്. അവിടെ പോയാൽ അവിടെ കയറാൻ പറ്റുമോ? എ സിംബൽ ഓഫ് ഹോളണ്ട്സ് ഡച്ച് ഹെറിറ്റേജ്. അതാണ് ഈ വിൻഡ് മിൽ. അതിന് മേലെ കയറട്ടെ. വിൻമില്ലിൻ്റെ മേലെ കയറി പോട്ടെ. വിൻഡ് മില്ലിൻ്റെ മേലെ നിന്നുള്ള വ്യൂ. ഇവിടെ തുലിപ്പ് ഗാർഡൻസ് അവിടെ താഴത്തുണ്ട്. സ്റ്റോറേജ് ഫ്ലോറാണ് ഇത് വിൻഡ്. പണ്ടത്തെ ഓരോ യന്ത്രങ്ങൾ മില്ല്. പൂന്തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിറയെ തുലിപ്പ് ഗാർഡൻസാണ്. നിറയെ നല്ല ഭംഗിയുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. നല്ല വെയിൽ കേട്ടോ. അവിടെ സമയം 12:10. ഇവിടുത്തെ 1:10. നല്ല ഭംഗിയുണ്ട്. പലതരം തുലിപ്പ്. നമ്മളിങ്ങനെ വിൻഡ് മിൽ ഗാർഡനിലെ പൂന്തോട്ടങ്ങൾ ഏകദേശം കണ്ടു തീർത്തു.
ഇവിടെ ന്യൂസിലാൻഡ് മുതൽ പല സ്ഥലത്തേക്കുള്ള ലിഫ്റ്റിന് ഫെയിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെ എന്ത് എക്സിബിഷൻ എന്തുകൊണ്ട് അവിടെ പോയി നോക്കട്ടെ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇവിടേക്ക്. ഞങ്ങൾ ചെറുതായി ലഞ്ചൊക്കെ വെച്ചിട്ട് തിരിച്ച് പോവുകയാണ്. ഇന്നിപ്പോൾ ഷട്ടിൽ ബസ് കണ്ടുപിടിച്ചിട്ട് കാർ പാർക്കിങ്ങിന് അവിടെ എത്തണം. പോയോ അവിടെ ഷട്ടിൽ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അതിന് ക്യൂ ഉണ്ടാവും മിക്കവാറും, നല്ല ക്യൂ ഉണ്ടാവും. ഇതിപ്പോൾ ഉള്ളിൽ കേരള ക്യൂ, അത് 2 തരം ക്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ് കയറട്ടെ.